അതുകൊണ്ട് ഈ കാണുന്ന രണ്ട് ഡോക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്ന് പറയുന്ന കാരണമുണ്ട്. ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. എനിക്ക് ഇത്രയും സുഖമായിട്ടുണ്ട്. സുഖപ്പെട്ടിട്ട് എവിടേക്ക് പോയ തീർത്ഥാടന തീർത്ഥാടനം ഞാൻ ശബരിമല പോയി, പളനി പോയി, അതെ ഈ കാലഘട്ടം എല്ലാവരും പോയി. ഒരു കുഴപ്പമില്ല. ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷിക്കാൻ തന്നെ വൈഫ് ഞാനിവിടെ ഇവിടെ വന്ന് പരീക്ഷിക്കാൻ തന്നെ ഹാർഡായിട്ടുള്ള ചപ്പലൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിൻ വരാം. കാരണം ഉപ്പൂറ്റി വേദനയുമായിട്ടും അല്ല വന്നേക്കുന്നത്. ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അനുഭവിച്ചു കഴിഞ്ഞ് സഖി കേട്ടപ്പോൾ പിള്ളേർ ഫോണിൽ കൂടെ കണ്ട് അങ്ങനെ വന്ന് ചോദിച്ച് ഇവിടെ വന്നതിന് മാത്രം എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ. അതുകൊണ്ട് ഈ കാണുന്ന രണ്ട് ഡോക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്ന് പറയുന്ന കാരണമുണ്ട്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് അല്ലെ അവർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കിയ രണ്ട് ഡോക്ടേഴ്സാണ്. ഇവരെ കണ്ടാൽ വെറുതെ ഉണ്ടാവുന്ന അഭിനന്ദിച്ചേക്ക്. ഡോക്ടർ നമസ്കാരം. അപ്പം രണ്ടുപേരുണ്ട്. ഈ ട്രീറ്റ്മെന്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര സർജറി അതുപോലെ തന്നെ ഒരുപാട് ലേസർ സംവിധാനങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അല്ല വൂണ്ടഡ് കേസുകൾ എങ്ങനെയാണ് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നത്? നമുക്ക് പെട്ടെന്നല്ല, ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് അത് ചിലർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് റിക്കവറി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് വാസ്തവം തന്നെയാണ്. ഈ വൂണ്ടഡായിട്ട് വരുന്നവർക്കെല്ലാം നമ്മൾ ആ വൂണ്ട് കരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ ഒരു സക്സസ് തന്നെയാണ്. ഡൽഹിയിൽ നിന്നൊക്കെ ആൾ വരാറുണ്ടല്ലേ? അപ്പൊ ഈ വരുന്നവരെല്ലാം ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്? തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന പെട്ടെന്ന് റിസൾട്ട് കൊടുക്കാനും പറ്റും. റിസൾട്ട് കൊടുക്കാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അത് മെഡിസിൻസ് ആ ശരീരത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈം വേണം. അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാവകാശം വേണം. ഇതൊക്കെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അൾസർ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റേതായ ഒരു ടൈമും കൂടെ നമുക്ക് ആവശ്യമാണ്. നേരത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. അൾസറായി ഞാൻ നേരത്തെ സൂറത്തിലാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തത്, ഇംഗ്ലീഷ് മരുന്ന്. അപ്പോൾ അവിടെ ഞാൻ ഒരു 5 മാസം തന്നെ വീട്ടിൽ തന്നെ ഇരുന്നു, പിന്നെ പോകാൻ പറ്റാതെ. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ലാസ്റ്റ് പിന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് ഡോക്ടറെ കാണുകയും ഡോക്ടറെ ട്രീറ്റ്മെന്റ് 6 മാസം കൊണ്ട് ഞാൻ ചെയ്യുവാണ്. 6 മാസം ഒത്തിരി മുറിവുണ്ടായിരുന്നു. അതെല്ലാം ഉണങ്ങി ഇപ്പോഴത്തെ തിരുമ്മലും എല്ലാ കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ഒരുപാട് മാറ്റം വന്നു. ആദ്യത്തെ സമയത്ത് വളരെ ഈ മുറിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ച് പൊട്ടി ഒലിച്ച അവസ്ഥയിലാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ മരുന്ന് കഴിച്ചു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ അല്ല, മലയാണെങ്കിലും എവിടെയാണ്? ഞാൻ ജോലി ചെയ്യുന്ന സൂറത്തിലാണ്, ഗുജറാത്തിലാണ്. അവിടെയാണ് ഇവിടെ വന്ന് അപ്പൊ ഞാൻ മോന്റെ കല്യാണ കാര്യമായിട്ട് വന്ന് പിന്നെ ഡോക്ടറെ ഒന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. എനിക്ക് ഇത്രയും സുഖമായിട്ടുണ്ട്. സുഖപ്പെട്ടിട്ട് എവിടേക്ക് പോയ തീർത്ഥാടന ഞാൻ ശബരിമല പോയി, പളനി പോയി, അതെ ഈ കാലഘട്ടം എല്ലാവരും പോയി. ഒരു കുഴപ്പമില്ല.